PV അൻവർ MLA ഉയർത്തിയ ആരോപണങ്ങൾ ആ കൊടുങ്കാറ്റ് MR അജിത് കുമാർ പുറത്തേക്ക് പോകുന്നു. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ മരമുറി ആരോപണം നേരിടുന്ന SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാനും ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഉത്തരവുകളെല്ലാം ഉടൻ പുറത്തിറങ്ങും. ഇനി പരിശോധിക്കാം എന്തൊക്കെയാണ് നടന്നത്, ഇത്ര ദിവസമായി നടന്ന കാര്യങ്ങൾ, അൻവർ പറഞ്ഞ ഗുരുതരമായ ആരോപണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഈ കൊടുങ്കാറ്റാണ് കേരളത്തിൽ ആഞ്ഞു വീശിയത്. നമുക്കറിയാം ചില കാര്യങ്ങൾ മാറ്റി നിർത്താനും ഇല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ മാറാനും ഒക്കെ കാരണമായി. പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള അത്രയധികം ആരോപണങ്ങളും കേസുകളും ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുകൾ വരുന്നത്. പല കേസുകളിൽ, അതായത് കൊട്ടേഷൻ, സ്വർണ്ണക്കടത്ത്, കൊലപാതകം ഉൾപ്പെടെയുള്ള പല കേസുകളിൽ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഇല്ലെങ്കിൽ തെളിവ് സഹിതം, ഈ ഓഡിയോ സംഭാഷണം ഉൾപ്പെടെയുള്ള തെളിവ് സഹിതം അൻവർ പുറത്തുവിട്ടു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അൻവറിന്റെ ലക്ഷ്യമെന്ത്? സ്വന്തം സർക്കാരിന്റെ, അദ്ദേഹം ഭരണകക്ഷി MLA ആണ്, സ്വന്തം സർക്കാരിനെതിരെ ഇത്രയധികം, സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിനെതിരെ ഇത്രയധികം വെളിപ്പെടുത്തൽ നടത്തുന്നതിൽ എന്താണ് അൻവറിന്റെ ലക്ഷ്യം എന്നുള്ളതാണ്. ഈ പോലീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെയും ആരോപണം ഉയരുമ്പോൾ ഇതെങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നുള്ളതാണ്, പ്രതിരോധത്തിലാവുന്നത് ആര് എന്നുള്ളതാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യങ്ങൾ. മുഖ്യമന്ത്രിക്കെതിരെ PV അൻവർ നിൽക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ കൂടി വരുന്നു. ഈ സ്വർണ്ണക്കടത്തിലും ADGPക്കുള്ള പങ്ക് വ്യക്തമാക്കുന്നതാണ് അൻവർ കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇന്നുമൊക്കെയായി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ. നമ്മൾ കേട്ട കുറച്ച് ശബ്ദ സന്ദേശങ്ങൾ ആ തരത്തിലുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇതിൽ ആരൊക്കെ ADGPയിൽ നിൽക്കുമോ കാര്യങ്ങൾ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത്ര ദിവസം നടന്ന കാര്യങ്ങൾ മായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾ, ഈ കരിപ്പൂരിൽ നിന്ന് സ്വർണം കടത്താൻ ഒത്താശ ചെയ്യുന്നു എന്നതൊക്കെയുള്ള ഗുരുതരമായ വിഷയങ്ങളിലേക്കൊക്കെ PV അൻവറിനെ എത്തിച്ചത് എന്തായിരിക്കാം, എന്തുകൊണ്ട് ഇപ്പോൾ ഈ വിവരങ്ങളെല്ലാം ഇല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തലുകളെല്ലാം PV അൻവർ നടത്തുന്നു എന്നതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. വിശദമായ വിവരം സാജിദ് അജ്മൽ നൽകും. PV അൻവർ MLA കൊളുത്തുവിട്ട തീ കേരള രാഷ്ട്രീയത്തിൽ ആളിക്കത്തുകയാണ്. ആദ്യം ഇതിന്റെ തുടക്കം മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയാണ്. ക്യാമ്പ് ഓഫീസിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് ഒരു SI പരാതി നൽകുന്നുണ്ട്. ഈ പരാതിയുടെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് നിലവിലെ മലപ്പുറം SP-ക്ക് PV അൻവർ MLA ഒരു കത്ത് നൽകുന്നു. ഈ കത്തിൽ നടപടി ഉണ്ടാവുന്നില്ലെന്ന് ആരോപിച്ച് അദ്ദേഹം SP-യുടെ ക്യാമ്പ് ഓഫീസിലേക്ക് എത്തുന്നു. മുറിച്ച മരങ്ങളുടെ കുറ്റി കാണണമെന്ന് ആവശ്യപ്പെടുന്നു. അവിടെ ഉണ്ടായിരുന്ന പാറാവുകാരൻ അദ്ദേഹത്തെ തടയുന്നു. അത് വലിയ വാർത്തയായി മാറുന്നു. പിറ്റേ ദിവസം SP-യുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ ഈ പ്ലക്കാർഡുകളുമായി MLA എത്തുന്നു. അവിടെ കുത്തിയിരുന്ന് സമരം നടക്കുന്നു. പിറ്റേ ദിവസമാണ് SP സുജിത് ദാസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് MLA-യോട് ഫോണിൽ സംസാരിച്ച ഓഡിയോ സംഭാഷണം പുറത്തു വരുന്നത്. ഇതിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത് മരമുറി കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ നൽകിയ പരാതി MLA പിൻവലിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. അന്ന് വൈകുന്നേരം തന്നെയാണ് പുതിയ ഒരു ഓഡിയോ കൂടി PV അൻവർ MLA പുറത്തുവിടുന്നത്. ഈ ഓഡിയോയിൽ പ്രധാനമായും പറയുന്നത് MR അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയും തമ്മിലുള്ള ബന്ധമാണ്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ മൊത്തം നിയന്ത്രിക്കുന്നത് P ശശിയും MR അജിത് കുമാറും ചേർന്നാണ്. അജിത് കുമാറിന് ആഭ്യന്തര വകുപ്പിലുള്ള സ്വാധീനത്തെക്കുറിച്ചാണ് പ്രധാനമായും വിശദീകരിക്കുന്നത്. പിറ്റേ ദിവസം ഈ ഓഡിയോയുടെ വിശദീകരണവുമായി PV അൻവർ MLA മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയാണ്. അന്ന് ഈ MR അജിത് കുമാറിനെതിരെ MR അജിത് കുമാർ ഒരു ക്രിമിനലാണ് എന്ന തരത്തിൽ ചില കാര്യങ്ങൾ പറയുന്നു. MR അജിത് കുമാർ കൊലപാതകം നടത്തിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളുണ്ട്. ഈ സുജിത് ദാസ് SP മലപ്പുറം SP ആയിരിക്കെ അദ്ദേഹത്തിന്റെ സ്ക്വാഡിനെ ഉപയോഗിച്ച് കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്തുന്നതിന്റെ വലിയൊരു പങ്ക് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘവും പറ്റുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പിന്നീട് ഗുരുതരമായ, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അൻവറിന്റെ ഭാഗത്ത് നിന്ന്. അതും തെളിവ് സഹിതമാണ്. അൻവർ ഇത് വെറുതെ പറഞ്ഞു പോകുന്നതല്ല എന്നുള്ളതാണ് ഇതിലെ ഒരു വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ ഈ സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ പിടിച്ചു കുലുക്കിയ സംഭവങ്ങളാണ്, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് PV അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷെ ഇതൊന്നും മുഖ്യമന്ത്രി തള്ളുന്നില്ല. മുഖ്യമന്ത്രി PV അൻവറിന്റെ സൈഡിൽ നിന്ന് ഇല്ലെങ്കിൽ ഈ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന രീതിയിലാണ് ഇന്ന് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു. കോട്ടയത്ത് നിന്ന് നടന്ന പോലീസ് അസോസിയേഷൻ
അസോസിയേഷൻ സമ്മേളന വേദിയിലാണ് ADGP MR അജിത് കുമാറിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ആ അന്വേഷണം പ്രഖ്യാപിച്ചത്. ആ വാക്കുകൾ കേൾക്കാം. പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ, ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. യെസ്, ഈ ഉന്നത റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷണം ഏൽപ്പിക്കുന്നതിലൂടെ, ഇല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ സംരക്ഷിക്കാതെ PV അൻവർ പറഞ്ഞ കാര്യത്തിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധയൂന്നുന്നതിലൂടെ എന്താണ് സർക്കാർ ലക്ഷ്യമിടുന്നത്, ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ആഭ്യന്തര വകുപ്പിനുള്ളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിലൊക്കെ കൃത്യമായിട്ടൊരു വിവരം, ഒരു വ്യക്തതയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. പക്ഷേ ഇതിനുശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്കിൽ ADGP MR അജിത് കുമാർ മറുപടി നൽകിയിരുന്നു. നോക്കാം, അന്വേഷണം നടക്കട്ടെ എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ ഗുരുതരമായിട്ടുള്ള ഇത്രയും ആരോപണങ്ങൾ വന്നതിന് ശേഷം ഈ നടപടിയിലേക്ക്, അടിയന്തരമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ കടന്നു ഇത്ര പെട്ടെന്ന് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതായത് ഈ ഉദ്യോഗസ്ഥരെ ഭരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടോ എന്നുള്ളതാണ്. ഈ ഉദ്യോഗസ്ഥ ഭരണം എന്നുള്ള വാക്കുപോലും നമ്മൾ കുറച്ചു കാലമായി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വകുപ്പുകളിലും അത് സംഭവിക്കുന്നുണ്ട്. നേരത്തെ ആരോഗ്യ വകുപ്പിലൊക്കെ വലിയ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റെടുത്ത് നടത്തുന്നു, ഇല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ ഭരിക്കേണ്ട അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ട രീതിയിൽ നിന്ന് സർക്കാർ അവിടെ പരാജയപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം. മറ്റൊന്ന്, ഈ ഭരണതലത്തിലെ നിർണായകമായ ചർച്ചകളാണ്. ഭരണതലത്തിൽ നടക്കുന്ന ചർച്ചകൾ ഏത് രീതിയിൽ പോകുന്നു? കാരണം ഭരണകക്ഷി MLA കൂടിയായിട്ടുള്ള PV അൻവർ ഇത്രയധികം വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ, അതും തെളിവുകൾ കൂടി ഉൾപ്പെടുത്തിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സർക്കാർ എവിടെ നിൽക്കും? ഇപ്പം MV ഗോവിന്ദന്റെ പ്രതികരണം പോലെ ആയിരുന്നില്ല മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അതിനപ്പുറത്തേക്ക് ഇപ്പൊ ഘടകകക്ഷികളുടെ പ്രതികരണം അങ്ങനെയല്ല. PV അൻവറിനെ തന്നെ കൂടെ നിർത്തണോ, സപ്പോർട്ട് ചെയ്യണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ പല നേതാക്കൾക്കും ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. KT ജലീലിനെ പോലെയുള്ള ആളുകളാണെങ്കിൽ പൂർണ്ണ പിന്തുണയുമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു ആഭ്യന്തര വകുപ്പിൽ? ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ആ വകുപ്പ് പോയതെങ്ങനെ എന്നൊക്കെയുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ വരും ദിവസങ്ങളിൽ വരുമെന്ന് വിചാരിക്കാം. പക്ഷേ ഈ ഭരണതലത്തിൽ നിർണായകമായിട്ടുള്ള ചർച്ചകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതാണ് ഇത്ര പെട്ടെന്ന് നടപടികളിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത്. മറ്റൊന്ന്, അജിത് കുമാറിനെ സർക്കാർ കൈവിട്ടോ എന്നുള്ളതാണ്. അതിന്റെ തെളിവായിരുന്നു നേരത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടത്. അജിത് കുമാറിനെ പൂർണ്ണമായി കൈവിട്ട രീതിയിലാണ്. നേരത്തെ നമുക്കറിയാം സർക്കാരുമായി വളരെ അടുപ്പമുള്ള ആളാണ് ഈ ADGP എന്നുള്ള തരത്തിലൊക്കെയായിരുന്നു. പക്ഷേ PV അൻവർ തന്നെയാണ് പറഞ്ഞത് ആട്ടിൻ തോലിട്ട ചെന്നായയാണ് അജിത് കുമാർ എന്നുള്ള തരത്തിൽ. കാരണം സർക്കാരിനൊപ്പമാണ്, ഇല്ലെങ്കിൽ സർക്കാരിന്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന IPS ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ എന്ന് നേരത്തെയും PV അൻവർ ആരോപിച്ചിട്ടുണ്ട്. പിന്നെ അറിയേണ്ടത് ഇനി എങ്ങനെ ഈ അൻവറിന്റെ ആരോപണങ്ങളിലെ അടിയന്തര നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എത്ര മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ എത്ര മിനിറ്റിലാണ് ഓരോ ആരോപണങ്ങളിലും ഇല്ലെങ്കിൽ ഈ നടപടികളിലേക്ക്, അടിയന്തരമായി എടുത്ത നടപടികളിലേക്കൊക്കെ സർക്കാർ കടന്നത് എന്നതാണ്. അത് എന്തുകൊണ്ട് സർക്കാർ അത്ര പെട്ടെന്ന് അതിലേക്ക് കടന്നു എന്നുള്ളതുമാണ്. കാരണം ഈ ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷിക്കാം, അതിനപ്പുറം നടപടി എന്തൊക്കെയായിരുന്നു നേരത്തെ പല വിഷയങ്ങളിലും ഉണ്ടായിരുന്നത്. പക്ഷേ സർക്കാർ അങ്ങനെയല്ല. സർക്കാർ വേറൊരു ഗെയിമിലേക്ക്, വേറൊരു രീതിയിലേക്ക് ഈ വിഷയത്തിൽ മാറിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഹരിമോഹൻ നൽകും. ഒരു ഭരണകക്ഷി MLA ഉയർത്തിവിട്ട ആരോപണ കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞു വീണത് സംസ്ഥാനത്തെ സൂപ്പർ DGP എന്ന് പേരുകെട്ട MR അജിത് കുമാറാണ്. ഈ ആരോപണത്തിന് തുടക്കം എവിടെ നിന്നാണെന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് എങ്ങോട്ടേക്കാണ് ആരോപണത്തിന്റെ കുന്തമുന നീളുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാവുകയുള്ളൂ. മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരമുറിയുമായി ബന്ധപ്പെട്ട ആരോപണമാണ് PV അൻവർ MLA ആദ്യം ഉന്നയിച്ചത്. അതും മലപ്പുറം SP സുജിത് ദാസിനെതിരെ. സുജിത് ദാസിനെതിരായിട്ടുള്ള ആരോപണം പിന്നീട് ക്രമേണ മലപ്പുറത്തെ ഇപ്പോഴത്തെ SP ആയിട്ടുള്ള S ശശിധരനിലേക്കും നീണ്ടു. പക്ഷേ ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് PV അൻവർ സുജിത് ദാസുമായിട്ടുള്ള തന്റെ സംഭാഷണത്തിന്റെ ഓഡിയോ പുറത്തുവിട്ടത്. അതിൽ ഇപ്പോഴത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങൾക്ക് തൊട്ടുപിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം PV അൻവറും അജിത് കുമാറിനെതിരെ ആരോപണം ഉയർത്തി. അതും തൃശൂർ പൂരം കലക്കി BJPക്ക് ഒരു സീറ്റ് വാങ്ങിക്കൊടുത്തത് അജിത് കുമാറാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണമായിരുന്നു അത്. പക്ഷേ അത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ട് പോലും സംസ്ഥാന സർക്കാർ ആ ഘട്ടത്തിൽ അജിത് കുമാറിനെ സംരക്ഷിച്ചു പിടിക്കാനായിരുന്നു ശ്രമിച്ചത്.
ഒരു തരത്തിലുള്ള നടപടികളും അജിത് കുമാറിനെതിരെ ഉണ്ടാവില്ലെന്നും അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടാവില്ലെന്നുള്ള വിവരങ്ങളാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് പുറത്തു വന്നത്. പക്ഷേ അതേസമയം തന്നെ മലപ്പുറത്തെ മുൻ എസ് പിയും ഇപ്പോഴത്തെ പത്തനംതിട്ട എസ് പിയുമായ സുജിത് ദാസിനെതിരെ കൃത്യമായി നടപടിയെടുക്കാനും ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. സുജിത് ദാസിനെതിരെ നടപടിയെടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ സസ്പെൻഷൻ നടപടി എന്നുള്ളതാണ് ആദ്യം എല്ലാവരും കരുതിയത്. പക്ഷേ സസ്പെൻഷൻ ഇല്ലായിരുന്നു, മറിച്ച് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുക, അതും വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിക്കുക എന്നുള്ള നടപടി മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യവും ആഭ്യന്തര വകുപ്പ് പറഞ്ഞിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം MR അജിത് കുമാറിനെതിരെ കൂടി അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വരും, സുജിത് ദാസിനെതിരെ ഒരു അന്വേഷണമോ സസ്പെൻഷനോ അടക്കമുള്ള നടപടികൾ ഉണ്ടാവുമ്പോൾ. അതുകൊണ്ട് MR അജിത് കുമാറിനെ സംരക്ഷിക്കുക, സർക്കാരിന് ഏറ്റവും വേണ്ടപ്പെട്ട വിശ്വസ്തനായിട്ടുള്ള വ്യക്തിയെ സംരക്ഷിക്കുക എന്നുള്ള നീക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പ് സുജിത് ദാസിനെതിരെ നടപടി വേണ്ട, മറിച്ച് അന്വേഷണം മതി, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് സ്ഥലം മാറ്റമടക്കമുള്ള നടപടി മതി എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. പക്ഷേ ഇന്നലെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. PV അൻവർ ഒരിക്കൽ കൂടി മാധ്യമങ്ങളെ പറഞ്ഞതുപോലെ അതിൽ നിർത്താൻ സർക്കാരിന് സാധിച്ചില്ല. കാരണം സാധിക്കുകയുമില്ല. അത്രയധികം ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വീണ്ടും തുടരും എന്നുള്ള രീതിയിൽ തന്നെയാണ്. അത്രയും ശബ്ദ സന്ദേശങ്ങൾ ഇല്ലെങ്കിൽ ഈ ഫോൺ റെക്കോർഡ്സ് ഒക്കെ അത്രയും കയ്യിലുണ്ട്. ആ ധൈര്യത്തിൽ കൂടിയാണ് ഒറ്റയാൾ പോരാട്ടത്തിന് PV അൻവർ ഇറങ്ങിയിരിക്കുന്നത് കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു